അതിനേക്കാൾ ഉപരിയായി പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. ആശങ്ക പ്രധാനമായിട്ടും പൂരത്തിൻ്റെ ഏറ്റവും ആകർഷണ ഘടകമായിട്ടുള്ള വെടിക്കെട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സാധാരണ വിധത്തിൽ വെടിക്കെട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ചില ആളുകളൊക്കെ വിദേശത്ത് നിന്ന് വിളിച്ചു തുടങ്ങി, ടിക്കറ്റ് എടുക്കേണ്ട സമയമായി, ഇനി വെടിക്കെട്ടില്ലെങ്കിൽ പോരുന്നില്ല എന്ന് പറയുന്നവരും ധാരാളമായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ തവണ ചേർന്ന യോഗത്തിൽ പെസോ ആവർത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഭേദഗതിയെക്കുറിച്ചിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന സംഭവം തന്നെ അവർ പറയുകയും സാധാരണ നിലയേക്കാൾ വ്യത്യസ്തമായിട്ട് ഭേദഗതിയെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് തന്നെ ആവശ്യപ്പെടുകയും ഒരു ഘട്ടത്തിൽ കളക്ടറും കമ്മീഷണറും ഇക്കാര്യത്തിൽ എന്നാൽ ഞങ്ങളൊരു ഉപദേശം ചോദിച്ചാൽ ആ ഉപദേശം നിങ്ങൾക്ക് തരാമോ എന്ന ചോദ്യത്തിന് ഉപദേശം തരാൻ ഞങ്ങൾ ആൾക്കാരല്ല എന്ന വിധത്തിൽ കൈയൊഴിയുകയും ചെയ്യുന്നൊരു ഘട്ടം വന്നപ്പോൾ ഇവിടെ നേരത്തെ വേലയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കോടതി വിധി ഉണ്ടാവുകയുണ്ടായി. ആ കോടതി വിധി പക്ഷേ വേലയ്ക്ക് മാത്രമായി റിസർവ് ചെയ്ത കോടതി വിധിയാണ്. പക്ഷേ ആ കോടതി വിധിയിൽ നമ്മൾ കണ്ടൊരു കാര്യം, ഈ വെടിക്കെട്ട് ആരംഭിക്കുന്ന നേരത്ത് മാഗസിൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വേണം അങ്ങനെ ഒരു നടപടി ചെയ്യാൻ എന്ന് നിർദ്ദേശിച്ചിരുന്നു. വേലയ്ക്ക് ഉപയോഗിക്കുന്ന പടക്കത്തിൻ്റെ അളവ് വളരെ കുറവാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു നിയമോപദേശം ചോദിക്കണം എന്നന്ന് നിശ്ചയിക്കേണ്ടത്. അതനുസരിച്ച് AGയുടെ കയ്യിൽ നിന്നുള്ളൊരു നിയമോപദേശമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അപേക്ഷ ചീഫ് കൺട്രോളർ പരിശോധിക്കണമെന്നാണ് കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അഡ്വക്കേറ്റ് ജനറലിനോട് ഒരു നിയമോപദേശം നൽകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ നിയമോപദേശം നൽകണം എന്നാവശ്യപ്പെടുമ്പോൾ തന്നെ പാറമേക്കാവും തിരുമ്പാടിയും വേല ഫെസ്റ്റിവലുകളിൽ ചെയ്തതുപോലെ വെടിക്കെട്ട് സമയത്ത് മാഗസീൻ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വെടിക്കെട്ട് നടത്താം എന്ന് കാണിച്ചുകൊണ്ട് പ്രത്യേകമായൊരു അപേക്ഷ ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ തരികയുണ്ടായി. ആ അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ട് ആണ് AGയോട് ഒരു നിയമോപദേശത്തിന് നമ്മൾ ആവശ്യകത ഉന്നയിച്ചത്. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് ആചാരപരമായിട്ടുള്ളൊരു അനിവാര്യതയാണെന്ന് ആചാരപരമായിട്ടുള്ളൊരു അനിവാര്യതയാണെന്ന് നേരത്തെ തന്നെ കോടതി 2019 കേസിൽ പറഞ്ഞിരുന്നു. 2019 അർജുൻ ഗോപാൽ ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ മറ്റു വിശദാംശങ്ങൾ പറഞ്ഞതിന് ശേഷം ദസ് ഇറ്റ് ഹാസ് ജുഡീഷ്യലി ബീൻ ടേക്കൺ നോട്ട് ഓഫ് ദാറ്റ് ഡിസ്പ്ലേ ഓഫ് ഫയർ വർക്ക് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ് ഈ വെടിക്കെട്ട് എന്ന് 2019 തന്നെ സുപ്രീം കോടതി വിവക്ഷിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് 2024 ചട്ടത്തിൽ കൊണ്ടുവന്ന ഭേദഗതി പരിഗണിച്ച ശേഷവും വെടിക്കെട്ട് നടത്തുന്നതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നാണെന്ന് കോടതി നിർദ്ദേശിക്കുകയുണ്ടായത്. ഇപ്പോൾ 2 ദേവസ്വങ്ങളും ചേർന്ന് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിൽ 200 മീറ്റർ ദൂരപരിധി എളുപ്പമല്ല എന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതുപോലെ നമുക്ക് വെടിക്കെട്ട് സമയത്ത് മാഗസീൻ എംപ്റ്റി ആയിട്ട് വെക്കാം എന്ന് ഒരു അപേക്ഷയും പ്രത്യേകമായി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് AGയിൽ നിന്ന് ലഭിച്ച ഉപദേശമനുസരിച്ച് സുരക്ഷ കണക്കിലെടുത്താണെങ്കിൽ മാഗസീൻ എംപ്റ്റിയാക്കി ഇടാമെന്നുള്ള ഉറപ്പ് മേടിച്ചുകൊണ്ട് നമുക്ക് മാഗസീൻ കൊണ്ടുവരാം എന്ന ഉറപ്പ് മേടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർക്ക്, അതായത് ഇതിൻ്റെ കൺട്രോളർ എന്ന നിലയിൽ സാഹചര്യമുണ്ട് എന്ന് നേരത്തെയുള്ള വിധിയിൽ കോടതി ചൂണ്ടിക്കാണിച്ചതുകൂടി പരിഗണിച്ചുകൊണ്ട് സാധാരണത്തതുപോലെ വെടിക്കെട്ട് നടത്താൻ ആകും എന്നൊരു ധാരണയിലേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ്. ഇനി നമ്മളിപ്പോൾ നടത്തുന്നത് താൽക്കാലികമായൊരു നടപടിക്രമമാണ്. പക്ഷേ ഈ നടപടികൾ, ഈ ഭേദഗതികൾ പ്രത്യേകിച്ച് 2, 4, 6, 11, 19 പൂർണ്ണമായും പിൻവലിക്കുകയാണ്. തൃശ്ശൂരിനെ പോലെ ഒരു പൂരനഗരത്തിന് എല്ലാ സൗകര്യങ്ങളോടും കൂടി അത് നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ആ വിട്ടുവീഴ്ച വളരെ കർശനമായിട്ട് നോക്കുകയും ചെയ്യും. കാരണം ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകരുത്. പക്ഷേ തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പൂരത്തിൻ്റെ ഒരു ഇനമാണ് വെടിക്കെട്ട് എന്നുള്ളത് കൊണ്ട് AGയുടെ കൂടി ഉപദേശം മേടിച്ചുകൊണ്ട് സാധാരണത്തെ പോലെ ഗംഭീരമായ വെടിക്കെട്ട് പൂരത്തിനോടനുബന്ധിച്ച് നടത്തുക എന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച്
നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടമാണ് അത് ഏറ്റവും കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് പെസോ കൂടി അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടി ആലോചിച്ച് പ്രയാസങ്ങളില്ലാത്ത വിധത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോയാൽ നമുക്ക് സുഗമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നടക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിലാണ് ഇത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ക്രിയാത്മകമായിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതുവരെ അത് ചെയ്ത് കണ്ടില്ല. അതിൽ ഒരു സഹായാവസ്ഥയാണ് പ്രദർശിപ്പിക്കുന്നതായിട്ട് കണ്ടത്.